അബ്രഹാമിന്റെ ദൈവമല്ലയോ, അത്ഭുതം ഞാൻ ചെയ്തയില്ലയോ. അബ്രഹാമിന്റെ ദൈവമല്ലയോ, അത്ഭുതം ഞാൻ ചെയ്തയില്ലയോ. ചെങ്കടലിലും വഴി തുറക്കാൻ ഞാനിന്നു ശക്തനല്ലയോ. ചെങ്കടലിലും വഴി തുറക്കാൻ ഞാനിന്നു ശക്തനല്ലയോ. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുക. ഏത് കാലമാണ്? ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുക. ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നതും നമ്മുടെ കർത്താവ് ചെയ്ത് ലോകത്തിൽ നിന്ന് വിളിച്ച് വേർപെടുത്തി. അങ്ങനെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? നാം ഈ ലോകത്തിലാണ് ജീവിക്കാൻ പോകുന്നതെന്ന് നാം എന്ത് ചെയ്യുന്നത്? ഈ ലോകത്തിലാണ് നമ്മളെ നിത്യത എന്ന് വിചാരിച്ചിട്ട് നാം ഈ ലോകത്തിൽ വേണ്ടി നാം എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ട്. നമുക്കൊരു ഭവനമില്ലെങ്കിൽ ഭവനം ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ഒരു ജോലിക്ക് പോകണം, എനിക്ക് സൈക്കിൾ ഇല്ല, ഇനി സൈക്കിൾ മേടിക്കാൻ നമ്മൾ ഓടുന്നുണ്ട്. ഞാൻ പറയുന്നത്, ഈ ഭൂമിയിൽ ജീവിക്കുവാൻ നമുക്ക് എല്ലാ ആവശ്യമെങ്കിലും അതെല്ലാം നാം ഈ ഭൂമിയിൽ ജീവിക്കുന്ന നാൾ വരെയേ നമുക്കത് കൂടെ കാണും. പക്ഷേ നമ്മുടെ നിത്യത ദൈവത്തോടാണ്. അപ്പോൾ വചനം അത് ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുക. നമുക്കറിയാം, ഇപ്പോൾ യുദ്ധങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനി യുദ്ധം ഇത് തീരുമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും തീരത്തില്ല. ഇന്നലെ ന്യൂസ് കേട്ട് ഇറാൻ പിന്നെയും അബുദാബിയിൽ ഒരു മിസൈൽ ഇട്ട് ഏകദേശം 5 ഇന്ത്യക്കാർ കേട്ട് ഇപ്പോ സൗദി അറേബ്യ ചെയ്ത് തിരിച്ചടിക്കാൻ പോകുന്നു. അപ്പൊ യുദ്ധം അവസാനിക്കോ? അവസാനിക്കത്തില്ല. ഇനി നമ്മുടെ മുൻപിൽ ദൈവത്തിന്റെ പ്രവചനങ്ങളെല്ലാം സംഭവിക്കാൻ പോകുന്നു. അതുകൊണ്ട് നമ്മൾ ദൈവമക്കളിൽ വിളിക്കപ്പെട്ട നിങ്ങൾ നാണോ എന്ത് ചെയ്യണം? യുദ്ധങ്ങൾ സംഭവിക്കും, ക്ഷാമം വരും, മഹാമാരികൾ വരും. എന്നാൽ നിങ്ങൾ നാണോ നമ്മള് നിത്യത ദൈവത്തോട് ആയിരിക്കണം. ആ ഒരുക്കം നമ്മുടെ ജീവിതത്തിൽ വേണം. നമ്മൾ ആദ്യം നമ്മൾ വായിച്ച വാക്യം അറിയാം. മോളട്ടൊക്കെ എന്താണ്? ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിക്രാരാധി, ദിവ്യാഗ്നി ഇവരാർക്കും ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെയും രാജ്യത്തിൽ അവകാശമില്ല എന്ന് നിങ്ങൾ അറിയണമല്ലോ. വചനം വെറുത്ത വാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്. ഈ വക നിമിത്തമല്ലോ ദൈവകോപം അനുസരണ കെട്ടവരുടെ മേൽ വരുന്നു. അപ്പോൾ കർത്താവ് നമ്മൾ പിന്നെയും ഓർമ്മപ്പെടുത്തുന്നത്, നാം ഈ ലോകത്തിൽ നാം ആയിരുന്നാലും നാം എന്ത് ചെയ്യണം? നമുക്ക് നിത്യതയ്ക്ക് നാം എത്തണമെങ്കിൽ നാം ദൈവത്തിന്റെ കൽപ്പനകൾ നാം എന്ത് ചെയ്യണം? അതുകൊണ്ടാണ് വചനം പറയുന്നത്, 16-ാം വാക്യം പറയുന്നത്, ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവീൻ. ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചു കൊള്ളുവീൻ. നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെട്ടെങ്കിൽ നാം എന്ത് ചെയ്യണം? ദൈവത്തിന്റെ ഇഷ്ടം എന്താണ് എന്ന് നാം അന്വേഷിക്കണം. എന്നെ കുറിച്ച് കർത്താവ് എന്താണ് ആഗ്രഹിക്കുന്നുണ്ട് അത് ചെയ്യാൻ ഞാൻ എന്ത് ചെയ്യണം? പ്രാർത്ഥനയോട്, വചനവായോട്, ദൈവത്തോട് ചോദിക്കണം. ഓരോരുത്തരും കർത്താവെ അങ്ങയുടെ ഇഷ്ടം ചെയ്യണം, അതിനു വേണ്ടിയുള്ള കർത്താവ് എന്നെ വിളിച്ചതെന്ന് നിങ്ങൾ പ്രാർത്ഥനയിൽ ദൈവത്തോട് ചോദിച്ചാൽ ദൈവം നിങ്ങളോട് പറയും. അതുകൊണ്ടാണ് വചനം, വീഞ്ഞു കുടിച്ച് മത്തരാകാതെ അതിനാൽ ദുർനടപ്പ് ഉണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും. അപ്പൊ ദൈവമക്കൾ നാം എന്ത് ചെയ്യണം? നാം ദൈവത്തെ പാടി സ്തുതിക്കണം. കർത്താവിന്റെ വചനങ്ങളെ നാം എന്ത് ചെയ്യണം? വായിച്ചാൽ മാത്രം പോരാ, അത് നാം ഓരോരുത്തരും ധ്യാനിച്ച്
ദൈവം എത്ര നല്ലവനല്ലോ, ദൈവം എന്നെ വിടുവിച്ചല്ലോ, ദൈവം എന്നെ അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് ദൈവം എന്നെ കൊണ്ടുവന്നല്ലോ എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ നന്ദി കരയറ്റാൻ കഴിയും. നിങ്ങൾ ജോലി സ്ഥലത്തിലായിരുന്നാലോ ഞാൻ പറയട്ടെ, നിങ്ങൾ ജോലി സ്ഥലത്തിലും കർത്താവിനെ സ്തുതിക്കുവാൻ കഴിയും, നന്ദി പറയുവാൻ കഴിയും. കർത്താവ് ഇത്രത്തോളം അത്ഭുതകരമായി നടത്തിയല്ലോ എന്ന് നമുക്ക് നന്ദി കരയറ്റാൻ പറയും. ഹല്ലേലൂയ, നമുക്ക് നന്ദി പറയാൻ കഴിയും. വചന സ്തുതികളാലും നാം ദൈവത്തെ സ്തുതിക്കുന്നുണ്ടോ? സ്തുതിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പറയട്ടെ, പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ തണുത്തുപോയി എന്ന് അർത്ഥം. നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന തണുത്തുപോയാൽ പിന്നെ ദൈവത്തെ നമുക്ക് സ്തുതിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് നമുക്ക് കഴിഞ്ഞ കേട്ടത്, വിശ്വാസം കേൾവിനാൽ വരും, കേൾവി ദൈവത്തിന്റെ വചനത്താൽ വരും. അപ്പൊ നമ്മൾ വർദ്ധിക്കേണ്ടത് എന്താണ്? വിശ്വാസമാണ്. വിശ്വാസം വർദ്ധിപ്പിക്കണമെങ്കിൽ നാം കൂടുതൽ കേൾക്കേണ്ടത് ദൈവത്തിന്റെ വചനമാണ്. പക്ഷെ നമ്മളുടെ നടപ്പ് ഇരുപ്പൊക്കെ നമുക്ക് ദൈവമായിട്ടൊരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ, ദൈവസ്നേഹമുണ്ടെങ്കിൽ, നമ്മൾ ദൈവമക്കളായുള്ള കൂട്ടായ്മയിൽ നാം പങ്കെടുക്കും. നാം ദൈവത്തിന് വേണ്ടി നാം മുൻഗണന നാം കൊടുക്കും. സംഗീതം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം പറയുന്നതാണ്, ദുഷ്ടന്മാരുടെ ആലോചനയിൽ നടക്കാതെ, പാപിയുടെ വഴിയിൽ നിൽക്കാതെ, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ. പക്ഷെ നാം എന്താണ് ചെയ്യുന്നത്? നമ്മൾ ആദ്യം ആലോചിച്ച് ആരെടുത്താണ്? അവിശ്വാസം എന്താണ്? നിങ്ങൾ കൂട്ടായ്മ ആരെടുത്ത് നമുക്ക് കൂടെ ഉള്ളത്? ദൈവമക്കൾ നമുക്ക് ചോദിച്ചാൽ എന്ത് പറയും? നിങ്ങൾ പ്രാർത്ഥിക്കുക, ദൈവം നിങ്ങളോട് പറയും. ഇത് കേൾക്കുമ്പോൾ നമുക്ക് എന്ത് പറയും? സന്നിധിയിൽ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങളോട് സംസാരിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം, ജീവനുള്ള ദൈവമാണ്. കാരണം ബൈബിളിലുണ്ട്, പഴയ നിയമമാകട്ടെ പുതിയ നിയമമാകട്ടെ, അനേക കാര്യങ്ങൾ ദൈവത്തോട് ചോദിച്ച ഏത് വ്യക്തിയാളും ദൈവം ചെയ്ത് അവർക്ക് ഉത്തരം കൊടുത്ത്. പഴയ നിയമത്തിൽ ഈ ദൈവത്തിന്റെ കൽപ്പനകൾ ലഭിക്കാതെ മുമ്പ് തന്നെ റെബേക്ക എന്ത് ചെയ്ത്? അവളുടെ വയറ്റിൽ അസ്വസ്ഥ ഉണ്ടായപ്പോൾ അവൾ ചെയ്ത് ദൈവത്തിന്റെ അടുക്കലാണ് പോയി ചോദിച്ചത്, ദൈവമേ എന്റെ വയറ്റിലുള്ള എന്താ ഈ പ്രശ്നം? കർത്താവ് എന്ത് പറഞ്ഞു? നിന്റെ വയറ്റിൽ 2 ജാതികൾ. കർത്താവ് ചെയ്ത് ജനിക്കുന്ന ആ കുഞ്ഞുങ്ങൾ ഈ ഭൂമിയിൽ ജനിക്കുന്ന മുൻപ് തന്നെ ആ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ഫുൾ ചരിത്രം അല്ലെങ്കിൽ ആ കുഞ്ഞിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികൾ വെളിപ്പെട്ട്. ദാവീദ് യുദ്ധത്തിന് കടന്നു പോകും മുൻപ് അവൻ ദൈവത്തോട് ചോദിച്ച്, ദൈവമേ ഞാൻ യുദ്ധത്തിന് പോണോ? കർത്താവ് ചെയ്ത് പോകാൻ പറഞ്ഞു. ദാവീദ് വിജയിച്ചു. പിന്നെ യുദ്ധം വന്നപ്പോൾ ദാവീദ് ദൈവത്തോട് ചോദിച്ച്, ദൈവം നീ ഇപ്പൊ പോകണ്ട, നീ വെയിറ്റ് ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ അവൻ കാത്തിരുന്നു. പിന്നെ കർത്താവ് പോകാൻ പറഞ്ഞപ്പോൾ അവൻ പോയി. ഞാൻ ഇത്രയും പറഞ്ഞത്, നാം ജീവിക്കുന്ന ഈ അന്ത്യകാലഘട്ടത്തിൽ ഇനി വരും സമയങ്ങൾ നമ്മുടെ മുൻപിൽ അനുകൂലമല്ല, ഇനി പ്രതികൂലം തന്നെയാണ്. ഇനി ലോകം മുൻപോട്ട് പോകും. ചിലപ്പോൾ ജോലി ഇല്ലാത്തൊരവസ്ഥ വരും, കഴിക്കാൻ ആഹാരം ലഭിക്കത്തില്ല. കാരണം ഇപ്പോഴേ എന്താണ് ഗ്യാസിന് പാടാണ്. ഇനി അടുത്തത് എണ്ണയുടെ പ്രശ്നം വരും. ഇനി വരുമ്പോൾ എല്ലാ സാധനത്തിനും വില കയറും. ഞാൻ പറഞ്ഞത് ഇനി നമുക്ക് മുൻപിൽ ഇനി ലോകം നമുക്ക് പ്രതികൂലം തന്നെയാണ്. നാളുകൾ ഇനി വഷളാകും. അതുകൊണ്ട് വചനം ഈ ദുഷ്കാലമാകിയ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുകയും. നാം തക്കത്തിൽ ഉപയോഗിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നാം ഇവിടെ കൈവിടപ്പെടും. കർത്താവിന്റെ വരവിൽ കർത്താവ് നമ്മളെ ബുദ്ധിയുള്ള ഖനികളെ പോലെ ഈ 10 പേർ എന്ത് ചെയ്ത്? ബുദ്ധിയുള്ളവരും അതിൽ 5 പേർ ബുദ്ധി ഇല്ലാത്തവർ എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ബുദ്ധി ഇല്ലാത്തവർ? എന്തൊക്കെ കരുതണമോ അവരെന്ത് ചെയ്ത് കരുതിയിട്ടുണ്ട്. ബുദ്ധിയില്ലാതെ ചെയ്ത് ഒന്നും കരുതിയില്ല. കർത്താവ് പോയി എതിരേൽക്കാൻ പോയി. കർശിലെ മണവാളൻ രാത്രി വന്നപ്പോൾ അവിടെ വിളക്ക് അണഞ്ഞുപോയി. എന്നെ മേടിക്കാൻ പോയപ്പോൾ മണവാളൻ വന്ന് അവസാനം കതവ് അടയ്ക്കപ്പെട്ടു. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇതുപോലെ സംഭവിക്കും. അതുകൊണ്ടാണ് ദൈവമക്കൾ നിങ്ങൾ നാണും ഒരുക്കത്തോടില്ലെങ്കിൽ നാണും എന്ത് ചെയ്യപ്പെടും? കൈവിടപ്പെടും. പ്രസംഗിക്കുന്ന നാണും എന്ത് വേണം? ആ ഒരുക്കം വേണം. കേൾക്കുന്ന നിങ്ങൾക്കും കർത്താവിന്റെ വരവിൽ ഒരുങ്ങണം. എന്നാൽ സമയങ്ങൾ അടുത്തായിട്ടുണ്ട്.
ഇനി നമ്മുടെ മുൻപിൽ സമയം വളരെ കുറവാണ്. ഏത് സമയത്തും ദൈവത്തിന്റെ വരവ് വരാൻ സാധ്യതയുണ്ട്. ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ച് കൊള്ളുക. അതുകൊണ്ട് നിങ്ങൾ സ്വയം നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കണമെങ്കിൽ നിങ്ങൾ സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിനെ പാടിയും കീർത്തന ചെയ്തും നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായും എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം ചെയ്തു കൊള്ളുകയും. എന്തൊക്കെ പറഞ്ഞു? എല്ലായ്പ്പോഴും പറഞ്ഞാൽ എന്താണ്? സമയമില്ല. ഏത് സമയത്തും നാം ദൈവത്തെ സ്തുതിക്കണം. എല്ലാറ്റിനു വേണ്ടിയും സ്തോത്രം ചെയ്തു കൊള്ളുകയും. അവസാനം ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുകയും. ദൈവത്തിന്റെ ശബ്ദം കേട്ട് ദൈവത്തിന് കീഴ്പ്പെട്ടുമെങ്കിൽ പറയട്ടെ, അന്യോന്യം നിങ്ങൾ സൗഹൃദമാക്കും, കീഴ്പ്പെടുവാൻ കഴിയും. ദൈവത്തിന്റെ ആ വരവിനെ നാം ഒഴുകുവാൻ കഴിയും. കർത്താവിന്റെ വരവിൽ നാം എടുക്കപ്പെടും. അതുകൊണ്ട് കർത്താവ് ഈ വചനം അനുഗ്രഹിക്കട്ടെ. God bless you.